പിന്നെ പല വീഡിയോസിലും കണ്ടുള്ളൂ ഈ 90s കിഡ്സിന് ജെൻസി പിള്ളേരെ പോലെ ആവാനായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളൊക്കെ. അത് സ്വയം തോന്നിയതാണോ, അത് എവിടെന്നെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യുന്നതാണോ? ഞാൻ ഡൽഹിയിൽ 9 വർഷമായി. ഞാൻ ജോലി ചെയ്തത് ഡൽഹിയിലാ. അങ്ങനെ ഈ ഒരു ജനറേഷൻ 90s കിഡ്സ് പഠിക്കുന്ന സമയം മുതൽ ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് പഠിക്കുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ പാസ് ഔട്ടായി പോയി. ഞാനപ്പോൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിൽ തന്നെയായിരുന്നു. പിന്നീട് ഒരു ആന്ത്രോപോളജി മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു 9 വർഷം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് നിന്നത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പോൾ ഈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് മാറി മാറി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട് സർക്കിൾ ജെൻസി ഫ്രണ്ട് സർക്കിൾ. ഇവരുടെ ടേംസ്, ഇവരുടെ പരിപാടി, ഇവരുടെ പാട്ട്, ഇങ്ങനെ സൈക്കബിൾ ആണ് പരിപാടി. പക്ഷെ മനസ്സിലായി തുടങ്ങി. വേറെ വഴിയില്ല, നമ്മൾ ബാഗി ജീൻസ് ഒക്കെ ഇട്ട് നടക്കേണ്ടി വരും. അപ്പോ ആ ഒരു രീതിയിൽ ഇപ്പൊ കുറച്ച് ജെൻസി ആയി എന്നൊക്കെ പറയാം. അതുകൊണ്ട് എനിക്ക് വ്യത്യാസം മനസ്സിലാവും. ഇവര് ആന്റിന തിരിച്ചിട്ട് ക്രിക്കറ്റ് കളി കണ്ട പരിപാടിയോ അല്ലെങ്കിൽ 10:30 ദൂരദർശനിൽ വരുന്ന മൗഗ്ലി പരിപാടിയൊന്നും എനിക്ക് അറിയില്ല. ഇവര് മൗഗ്ലി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ജംഗിൾ ബുക്കൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ആന്റിന തിരിച്ച് അല്ല പിന്നെ വലിയൊരു കൊടയുണ്ട് ഏഷ്യാനെറ്റിന്റെ, ഇതൊന്നും എനിക്ക് അറിയില്ല. ഇവര് ജനിക്കുന്ന സമയം മുതലേ സ്മാർട്ട് ഫോൺ ഒക്കെ കയ്യിലുണ്ടല്ലോ. നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കണ്ടാണല്ലോ, അതിന്റെ വ്യത്യാസം ഉണ്ട്. നന്നായിട്ടുണ്ട്.